ഇതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, നമുക്കും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതാണ് കസ്റ്റാർഡ് പായസം. കസ്റ്റാർഡ് പായസം നല്ല പഴങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 1/4 കപ്പോളം ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. അത് എന്നിട്ട് ആവശ്യത്തിന് കുതിർന്ന് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് തിളപ്പിച്ച് വേവിക്കാം നമുക്ക്. അത് വേകുന്ന സമയത്ത് നമുക്കൊരു 3 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്ത് ഒരു 20 ml പാലും കൂടെ എടുത്ത് നന്നായിട്ട് കലക്കി വെക്കുക. നന്നായിട്ട് കലക്കി വെച്ച ശേഷം നമ്മൾ കുറച്ച് പഴം, ഏത്തപ്പഴമോ ചെറുപഴമോ എന്തോ ആവട്ടെ, അതെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം കുറച്ച് പഞ്ചസാരയും അതുപോലെ അല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ആ പഴത്തേലൊക്കെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൗവരി നന്നായിട്ടൊന്ന് വേവിക്കുക. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 2 വലിയ തവി നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാമോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് പഞ്ചസാര ലയിച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 1/2 ലിറ്റർ പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് പാല് ഈ ചൗവരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും പാലും ചൗവരിയും കൂടെ നന്നായിട്ടൊന്ന് ചേർന്നിരിക്കും, പഞ്ചസാരയും ചേർന്ന്. ഇനി അതിനകത്തേക്ക് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലും കസ്റ്റാർഡൂടെ മിക്സ് ചെയ്തത് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴമില്ലേ, പഞ്ചസാര ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്ന പഴമില്ലേ, അപ്പം ആ പഴം അങ്ങ് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പഴം ഇട്ടിട്ട് ഒരുപാടൊന്നും നമ്മളങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം പഴം നന്നായിട്ട് പഞ്ചസാരയായിട്ട് മിക്സാക്കി നല്ല മധുരത്തിലിരിക്കുന്ന പഴമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരവും കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അതിനകത്തേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇട്ടില്ലെങ്കിലും നല്ല രുചികരമായൊരു കസ്റ്റാർഡ് പായസമാണിത്. ഇത് കഴിച്ചിരിക്കേണ്ട ഒന്നാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള ഈ പായസം വളരെ സിമ്പിളായിട്ട് പഴങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. വളരെ നല്ലൊരു റെസിപ്പിയാണ്. മധുരം ഒരുപാടൊന്നും ചേർക്കണ്ട, മധുരം കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം പഴത്തിന് മധുരമുണ്ട്. ഇപ്പം അധികം മധുരം ഇല്ലാത്തൊരു ഇതാണ് ഇതിന് ഏറ്റവും നല്ലത്. ചൂടോടെ പായസമായിട്ട് വേണമെങ്കിൽ കുടിക്കാം. തണുത്ത് കഴിയുമ്പോൾ ഫ്രൂട്ട് സലാഡായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് ഫ്രൂട്ട് സലാഡായിട്ടും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാൻ വളരെ നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ പായസമായിട്ട് തന്നെ കുടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.